ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമായി മഹത്വം കരേറ്റുന്നു. ഇങ്ങനെയൊരു അവസരം തന്ന ഇതിൻ്റെ ചുമതലക്കാരോടുള്ള നന്ദിയെ അറിയിക്കട്ടെ. ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും ഭൗതികമായാലും ആത്മീയമായാലും ദൈവത്തോട് ചേർന്ന് നിന്ന് നാം അഭിമുഖീകരിച്ചാൽ മാത്രമേ അവയെല്ലാം അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, എന്നാൽ അത് പ്രവൃത്തിയിൽ വരുമ്പോൾ തിന്മയായി ഭവിക്കുന്നു. അത് ചെയ്യിക്കുന്നത് എന്നിലെ പാപ സ്വഭാവമത്രേ. നമ്മളിൽ ഓരോരുത്തരും ഈ സ്വഭാവം ഉള്ളവരല്ലേ? ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായ വിശുദ്ധ ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഒരു വാക്യം വായിക്കാം. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. വചനം ശ്രവിപ്പാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. കേൾക്കുന്ന ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നോ അവിടെ ഇരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ആത്മീയമായ മന്ന ഭക്ഷിപ്പാന് കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് സഭയായി ചിന്തിക്കുന്ന അത് ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കുവഹിക്കേണ്ട കൂട്ടുവേലക്കാരായ ദൈവജനം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. മനുഷ്യബന്ധത്തിൻ്റെ അയൽപക്ക ബന്ധങ്ങളുടെയും വ്യക്തമായ ഒരു വിശകലനമാണ് ഇന്ന് ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് കാട്ടിത്തരുന്നത്. ഇന്ന് 1-ാം പാഠം വായിച്ച പുറപ്പാട് 19:1 മുതൽ 6 വരെ. അവിടെ അടിമത്തത്തിൽ കിടന്ന ജനത ഇനിയും അടിമകളല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവ ജനം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പാലിക്കപ്പെടുന്ന വിശ്വസ്തതയും അനുസരണവും ഇസ്രായേൽ മക്കളെ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ പുരോഹിത വർഗം എന്ന സുവിശേഷ പദവി ലഭിക്കുന്നു. 1 യോഹന്നാൻ 4:7 മുതൽ 21 വരെ ദൈവത്തോടുള്ള സ്നേഹം, സാഹോദര്യ സ്നേഹം, അന്യോന്യമുള്ള സ്നേഹം കാണുമ്പോൾ ദൈവം ഒരുവനിൽ വസിക്കുന്നു എന്ന അടയാളമാണ്. ദൈവരാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ്. റോമർ 14:13 മുതൽ 19 വരെ നീതിയും സമാധാനവും പകരുന്ന ദൈവരാജ്യ ദർശനമാണ്. അന്യോന്യമുള്ള ബന്ധങ്ങളിൽ, നീതിപൂർവമായ ഇടപെടലുകളിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഉപമയിൽ ദൈവരാജ്യത്തിൻ്റെ വിശാല ദർശനം വ്യക്തമാക്കുന്നു. ഒന്നാമതായിട്ട്, ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ നീതി നിഷേധവും വിവേചനവും നടക്കുന്ന ഈ കാലത്ത് അവിടെ ഒരു നല്ല ശമരിയക്കാരൻ നമുക്ക് ആവേശ മാതൃകയാണ്. ഈ അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നത് കൂട്ടുകാരനെ നിശ്ചയിക്കുന്നത് വിശാലമായ കണ്ണുകൊണ്ടാണ്. ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിത്യജീവനെ അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം? യഹൂദ മത അനുസാരിയായ ന്യായശാസ്ത്രി കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉപമയിലൂടെ കർത്താവ് വരച്ചു കാട്ടുന്നതിന് 3 കൂട്ടരെ കർത്താവ് അവിടെ പരിചയപ്പെടുത്തുന്നു. 1 മോഷ്ടാക്കൾ, 2 ലേവി പുരോഹിത വർഗം, 3 ശമരിയാക്കൾ. അതായത് നിത്യജീവൻ പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം അത് പ്രാവർത്തികമാക്കുന്നതാണ്.
ദൈവത്തെ ആരാധിക്കുന്നതിനോടൊപ്പം ദൈവ സാദൃശ്യം പേറുന്ന സഹമനുഷ്യരെ സ്നേഹിച്ച് കരുതുന്നതിലൂടെയാകുന്നുവെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ദൈവരാജ്യം പണിയുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇവിടെ മോഷ്ടാക്കൾ നിന്റേതെല്ലാം എൻ്റേതാണ്. വഴിയാത്രക്കാരനായ മനുഷ്യൻ ഭാണ്ഡക്കെട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ മോഷ്ടാക്കളുടെ കയ്യിലകപ്പെട്ട് അവൻ്റെ അധ്വാനം എല്ലാം അവർ കൈക്കലാക്കി. എനിക്ക് നിന്റെ വസ്തുക്കളെല്ലാം വേണമെന്നുള്ള ചിന്താഗതിയാകുന്നു ആ മോഷ്ടാക്കൾക്കുണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അധ്വാനിക്കാതെ മറ്റുള്ളവൻ്റേത് പിടിച്ചു പറിച്ച് ജീവിക്കുന്ന അനുഭവങ്ങളും സംഭവങ്ങളും നിരവധിയാണ്. രണ്ടാമതായിട്ട്, ലേവി പുരോഹിത കൂട്ടുകെട്ട്. എൻ്റേതെല്ലാം എൻ്റേത് മാത്രം. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ഭൂരിഭാഗം ജീവിതങ്ങളും ഈ മാനദണ്ഡങ്ങളിൽ ജീവിക്കുന്നവരാണ്. ലോകനീതി ന്യായ വ്യവസ്ഥിതി എന്ന സ്വാധീനിച്ചിട്ടുള്ള ഒരു ഉപമയാകുന്നു ഇത്. ലേവ്യനും പുരോഹിതനും വഴിയാത്രക്കാരനെ സഹായിക്കാതിരുന്നത് അവരുടെ ശുദ്ധീകരണത്തിൻ്റെ വെളിച്ചത്തിലാണ്. എന്നാൽ മറ്റുള്ളവൻ്റെ കണ്ണുനീർ കാണുന്നതിനോ നിലവിളി കേൾക്കുന്നതിനോ സങ്കടങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുന്നതിനോ കഴിയാത്ത ജീവിത ശൈലികൾ സ്വാർത്ഥതയുടേത് മാത്രമാകുന്നു എന്ന് ഈ ഉപമയിൽ കൂടി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, ശമരിയക്കാരൻ. എൻ്റേത് നിനക്ക് കൂടി ഉള്ളതാണെന്നുള്ള ചിന്ത. ആചാരങ്ങൾക്കപ്പുറത്ത് ഇടേണ്ട രാജ്യ നിർമ്മിതി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നിന്റേതും നിന്റേതാണ്, എനിക്കുള്ളതും നിന്റേതു കൂടിയാണ് എന്നുള്ള ആ വലിയ ചിന്താഗതി ഈ ശമരിയക്കാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ വിശാല മനസ്സ് കാട്ടുന്ന ഒരു ശമരിയക്കാരൻ. ബന്ധങ്ങളെ പുനർവായിക്കേണ്ട ദൈവ രാജ്യം. ന്യായശാസ്ത്രി കൽപ്പനകളിലെ ഒക്കെ പറയുമ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം കൂട്ടുകാരൻ അവൻ്റെ പദവിയിലുള്ളവനും ജാതിയിലുള്ളവനും തന്നെയാണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ കൂട്ടുകൂടുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് നിന്റെ കൂട്ടുകാരൻ സമൂഹത്തിൻ്റെ അതിരുകളിൽ പ്രാണവേദനയിൽ കഴിയുമ്പോൾ അർത്ഥപ്രാണനായവനെയും നമ്മുടെ കൂട്ടുകാരൻ ആക്കണം. അതാണ് ദൈവരാജ്യ ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥം നൽകുന്ന ഇടം. എവിടേക്കോ പോയ ശമരിയക്കാരൻ യാത്രയിൽ അവന് വേണ്ടി അല്പസമയം ചിലവഴിപ്പാനായിട്ട് മനസ്സ് കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ വഴിയാത്രയിൽ കണ്ടെത്തിയ അപരിചിതനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എന്നാൽ മനസ്സലിവിൻ്റെ ആത്മാവാണ്, സത്യമാകുന്നത്. മുഴുവൻ ചിലവും സത്രത്തിൽ വഹിച്ചു. തിരികെ വരുമ്പോൾ അധികം ചിലവിട്ടത് തന്നുകൊള്ളാമെന്നുള്ള ഒരു ഉറപ്പും കൊടുത്തിട്ടാണ് ഈ ശമരിയക്കാരൻ യാത്ര പോയത്. ഇവിടെ ഈ ഉപമയിൽ എല്ലാം നാം കാണുന്നത് കൂട്ടുകാരൻ അഥവാ അയൽപ്പക്കക്കാരൻ എന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറം വിശാല അർത്ഥത്തിലാണ്. സമൂഹത്തിൻ്റെ കണ്ണിൽ വിലയില്ലാത്തവരെയും അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തി രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമുക്ക് ഈ സമൂഹത്തിൽ നല്ല കൂട്ടുകാരാകുവാൻ സാധിക്കുമോ? ഈ നല്ല ശമരിയക്കാരൻ ദൈവരാജ്യ പ്രതിനിധിയാണ്. ദൈവജനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന, അരികെ ചെല്ലുന്ന, മുറിവ് കിട്ടുന്ന ഒരുവന് വേണ്ടി അല്പസമയം നിൽക്കുക, ചിലവാക്കുക. അതാണ് ആർദ്രതയുടെയും മനസ്സലിവിൻ്റെയും പ്രവൃത്തി എന്നാണ് കർത്താവ് പറയുന്നത്. കൂട്ടുകാരൻ യേശു ന്യായശാസ്ത്രിയോട് ചോദിച്ചു, ഇവരിൽ ആരാണ് കൂട്ടുകാരൻ? അപ്പോൾ ന്യായശാസ്ത്രി പറഞ്ഞതാകുന്നു 37-ാം വാക്യം, അവനോട് കരുണ കാണിച്ചവൻ. അവസാനമായി കരുണ
തുരുത്തുകൾ സൃഷ്ടിക്കുന്ന സഭയാണ് ദൈവരാജ്യം. കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ കരുണയ്ക്ക് അപ്പുറമായ പ്രവർത്തികൾ നമുക്ക് ചെയ്യണം. വെളിപ്പെടുത്തുന്ന ദൈവരാജ്യമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ശമരിയക്കാരൻ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ. ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് സഭയിലും സമൂഹത്തിലും അതിജീവനത്തിൻ്റെ ഉദാത്ത മാതൃകകളായി വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ.